ഇലക്ഷൻ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം അദാനിന്റെ ചാർട്ടേഡ് ഫ്ലൈറ്റില് മംഗലാപുരത്തേക്ക് പോയി വന്നത് വെറുതല്ല. നിങ്ങളും ഇനി അടക്കം ഈ നാടിനെ തൂക്കി വിറ്റുകാണ്ട തിരിച്ചു വന്നത്. സംശയം ഉണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിയടാ. ആരോഗ്യ മേഖല ആകെ കുളം തോണ്ടി അതിന് വേണ്ടിയുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. ഇനി വല്ല അത് സ്വകാര്യ മേഖലക്ക് എടുത്തു കൊടുക്കും. KSEB ഒരു മൂലക്കെന്ന് തൂക്കി വിറ്റ് തുടങ്ങി. ബജറ്റ് കണ്ടുകാണ്ട് ഇങ്ങനെ ആർമാന്തിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓലോടെ പറയാനുള്ളത് ബജറ്റില് ടാക്സ് കുറച്ചെടുത്ത് വെക്കാടിക്കാണ്. ഒരു തലക്കെ ചെന്നിത്തല തൂഫാൻ അറിഞ്ഞാണ്ട് ചെറുകിട കച്ചവടക്കാരെയും പിടിക്കുണ്ടല്ലോ, ഉള്ളത് നമ്മൾ അംഗീകരിക്കണം. വലിയ കൊമ്പന്മാരെ അടുത്ത് എത്തിയിട്ടില്ലെങ്കിലും എത്തട്ടെ. ഇവിടെ ബക്കാടി കൊടുത്തുകാണ്ടേ ഉടുപ്പിച്ച് കടത്തിക്കാണ്ട് ഒരു മൂല കൂടി കേരളം തൂക്കി വെക്കാനുള്ള പരിപാടിയിലാണ് മക്കളെ. നമ്മളിത് പറയുമ്പോ നിങ്ങൾക്ക് തന്തക്ക് വിളിക്കാം, അതേപോലെ കരച്ചിലാണ് പറയാ, പരിഹസിക്കൊക്കെ ചെയ്യാം. പക്ഷെ അവസാനം ഞങ്ങള് മാത്രല്ല നിങ്ങളും ഇതിൽ പെടും. വേണ്ടിന്നില്ലാന്ന് തോന്നും. പിണറായി വിജയനെ തെരഞ്ഞു പോകും. ഇലക്ഷന്റെ സമയത്ത് പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ എതിർക്കണ ജയശങ്കർ ഒരു ഏഷ്യാനെറ്റിന്റെ ചാനൽ ചർച്ചയിൽ പറയുന്നുണ്ട്, ഒരു 6 മാസം കഴിയുമ്പോൾ നമ്മൾ പറയും പിണറായി വിജയന്റെ ഭരണം എത്ര നല്ലതെന്നു. പിണറായി വിജയന് ദാഷ്ടിയൊന്നും കണ്ടാ ചിരിക്കൂലായിരുന്നു. പക്ഷെ ഇതുപോലെ ആളെ പറ്റിക്കണ പരിപാടി, മുഖത്ത് നോക്കി പച്ച കളവ് പറയുന്ന പരിപാടി പിണറായി വിജയനില്ല. അത് ഏത് പിണറായി വിജയന്റെ ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. KSEBയിൽ 3400 കോടിയുടെ കൂറ്റൻ കരാറിൽ നിഗൂഢ നീക്കങ്ങൾ. അദാനി എനർജി സൊല്യൂഷൻസ് അടക്കം പങ്കെടുത്ത ടെൻഡറിലാണ് ദുരൂഹമായ തിടുക്കം. പിണറായി സതീശൻ സർക്കാരുകളുടെ ഇടവേളയിലാണ് ഉദ്യോഗസ്ഥ നീക്കം നടന്നത്. വമ്പൻ കരാറിന് ടെൻഡർ വിളിക്കുന്നത് ഇലക്ഷന് തൊട്ടുമുൻപ് ജനുവരി 17-നാണ്. സതീശൻ സർക്കാർ വന്നതിന് പിറ്റേന്ന് വകുപ്പ് മന്ത്രിയെ നിശ്ചയിക്കുന്നതിന് മുൻപ് ടെക്നിക്കൽ ബിഡിൽ തീരുമാനം എടുത്തു. ഈ പട്ടികയിൽ അദാനി എനർജി സൊല്യൂഷൻ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഫിനാൻഷ്യൽ ബിഡ് തുറക്കുക എന്ന നടപടി മാത്രമാണ്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് പോകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശരത് ലാലും ന്യൂസ് ഡെസ്കിൽ നിന്ന് ലിജോ വർഗീസും ചേരുകയാണ്. ആദ്യം ശരത് ലാലിലേക്ക്. ശരത്ത്, വളരെ ഗുരുതരമായ ഒരു നിഗൂഢമായ ഒരു നീക്കമായി തോന്നുന്നു. കാരണം 3400 കോടിയുടെ ഒരു ഇടപാടാണ്. വളരെ ചെറിയ കാലയളവിനുള്ളിൽ ഈ നീക്കങ്ങളെല്ലാം ഉദ്യോഗസ്ഥർ നടത്തുകയാണ്. പ്രത്യേകിച്ച് ഒരു കാവൽ സർക്കാരിന്റെ ഒരു കാലഘട്ടത്തിലാണ് ഈ നീക്കങ്ങളെല്ലാം ദ്രുതഗതിയിൽ നടന്നത്. അതേ രുചിഷ് സൂചിപ്പിച്ചപ്പോൾ തന്നെ ഒരു സർക്കാർ ഇല്ലാത്ത സമയം, അതായത് കാവൽ സർക്കാർ മാത്രമുള്ള സമയം, എന്തിന് വൈദ്യുതി മന്ത്രി ഇല്ലാത്തൊരു സമയം, ഈ സമയത്താണ് കേരളത്തിലെ ലക്ഷക്കണക്ക് 1,64,00,000 വൈദ്യുതി ഉപഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന വിഷയത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ മുന്നിട്ടിറങ്ങിയത്. അതായത് ജനുവരിയിൽ, അതായത് ഇലക്ഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ ഇത്രയും വലിയ ഒരു കോടിയുടെ 3400 കോടിയുടെ കരാറ് വിളിക്കുന്നു. അത് സംബന്ധിച്ച ബിഡ് ഓപ്പൺ ചെയ്യുന്നു. അത് സംബന്ധിച്ച കരാർ പങ്കെടുത്ത 34 കമ്പനികളാണ് ഇതിൽ പങ്കെടുത്തത്. 34 കൺസോർഷ്യം, 34 വൻകിട കമ്പനികളാണ് അതിൽ പങ്കെടുത്തത്. അവരുമായിട്ട് ഉദ്യോഗസ്ഥന്മാർ കൂടിക്കാഴ്ച നടത്തുന്നു, സംസാരിക്കുന്നു, ബിഡ് തുറക്കുന്നു. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലയളവിലാണ് എന്നതാണ് രാഷ്ട്രീയക്കാരും മറ്റ് തെരഞ്ഞെടുപ്പ് മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ചട്ടവുമായി, തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി, തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ മുഴുകി നിൽക്കുന്ന സാഹചര്യത്തിലാണ് KSEBയിൽ ഉദ്യോഗസ്ഥന്മാർ ഇത്തരമൊരു വലിയൊരു കരാറിന്, തൊഴിലാളി യൂണിയനെ പോലും അല്ലെങ്കിൽ അവരെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് വലിയൊരു കരാറിലേക്ക്, അതായത് കരാർ വിളിക്കുകയും അതിന്റെ ടെക്നിക്കൽ ബിഡിലടക്കം എത്തുകയും ചെയ്തത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ടെക്നിക്കൽ ബിഡ് തുറക്കുന്ന ദിവസമാണ്. അത് കേരളത്തിലെ പുതിയ മന്ത്രിസഭ, അതായത് VD സതീശൻ മന്ത്രിസഭ ജൂൺ 18 അധികാരമേറ്റെടുക്കുന്നു. അതിനുശേഷം ജൂൺ 19-നാണ് തിടുക്കപ്പെട്ട ഈ ടെക്നിക്കൽ ബിഡ് തുറക്കുന്നത്. അതിന് പ്രധാന കാരണം, അതായത് വൈദ്യുതി മന്ത്രി അന്ന് ചുമതല ഏറ്റെടുത്തില്ല. കാരണം വൈദ്യുതി വകുപ്പിന്റെ ചുമതല നിയമസഭയിൽ, പുതിയ മന്ത്രിസഭയിൽ ആർക്കും നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിന്റെ ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് തന്നെയാണ് 19-ാം തീയതി ഈ ടെക്നിക്കൽ ബിഡിൽ തീരുമാനമെടുക്കുകയും ബിഡിൽ തീരുമാനമെടുത്ത ശേഷം ആ തീരുമാനം 11 കമ്പനികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ആ തീരുമാനത്തിൽ അഡാനി അല്ലെങ്കിൽ അഡാനി കമ്പനി അടക്കം അതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. ഉടൻ തന്നെ കമ്പനികൾക്ക് ഇത് സംബന്ധിച്ച പൂർണ്ണ രൂപത്തിലുള്ള തങ്ങളെ
വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.